ഫുഡിൽ തന്നെ എന്തൊക്കെ വെറൈറ്റിയാണ്. കിഴിയൊക്കെ ആര് കണ്ടുപിടിച്ചായിരിക്കും അല്ലേ? ഹേ ഗായ്സ്, രാവിലെ തന്നെ എണീറ്റ് കുളിച്ചൊക്കെ റെഡി ആയിട്ട് കാപ്പി കുടിക്കാനായിട്ട് പോയി. മിക്ക ദിവസവും എൻ്റെ വീട്ടിൽ ദോശയും ചമ്മന്തി കറി ആയിരിക്കും പതിവ്. ഇന്നും ആ പതിവ് തെറ്റിയില്ല, ദോശയും ചമ്മന്തി കറിയായിരുന്നു. കാപ്പിയൊക്കെ കുടിച്ച് ഫിനിഷ് ചെയ്തിട്ട് ഓഫീസിൽ പോകണ്ടായിരുന്നു. ഓഫീസിലെത്തി ഉച്ചയ്ക്ക് മുമ്പായിട്ട് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വർക്കൊക്കെ ഫിനിഷ് ചെയ്തപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള ടൈമായി. അങ്ങനെ ചോറ് കഴിക്കാനുണ്ടെന്ന് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇന്നും ഒരു കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കടലമുട്ടായി വാങ്ങിച്ചിട്ട് വന്നു. കടലമുട്ടായും കഴിച്ച് ബാലൻസ് വർക്ക് ഫിനിഷ് ചെയ്തതിനു ശേഷം വീട്ടിലെത്തിയപ്പോഴത്തേക്ക് കുഞ്ഞമ്മേരെ മക്കള് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറെ നേരം അവരിവിടെ ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇവിടെ നിന്നൊരു മാജിക് ക്യൂബ് എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിയാൽ മതി എന്നുള്ളൊരു മട്ടിൽ കറക്കുമായിരുന്നു. അതിനുശേഷം അവർ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ തന്നെ ഞാനും അളിയനായിട്ട് അനിയത്തിക്ക് കിഴിപ്പൊറോട്ട കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കിഴിപ്പൊറോട്ട വാങ്ങാനായിട്ട് പോയി. ഇവര് നേരത്തെ ഇത് ഇവിടെ ഓർഡർ കൊടുത്തോണ്ട് അത് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതും എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ട് വന്നു. അവക്ക് വാങ്ങുന്ന കൂട്ടത്തിൽ എല്ലാവർക്കും വാങ്ങിച്ച് അങ്ങനെ എനിക്കും കിട്ടിയ ഒരു കിഴിപ്പൊറോട്ട. ഒട്ടും കൊതിയില്ലാത്തതുകൊണ്ട് തന്നെ കിഴിയൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ഞാനും കഴിക്കാനായിട്ട് തുടങ്ങി. ചൂട് മാറാതിരിക്കുക ഒരു ഫോയിൽ പേപ്പറിലൂടെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. വീടിനടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അത്ര ബെറ്റർ ഒന്നും അല്ലെങ്കിലും കൊള്ളാം. പക്ഷെ എരിവിന് മാത്രം ഒരു കുറവില്ല. ഇവിടെ വൃത്തിയാണെങ്കിൽ ഒരു കയ്യിൽ പൊറോട്ടയും ഒരു കയ്യിൽ ജാമ്പക്കി കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു ഡാർക്ക് ഫാന്റസിയുടെ ബർബൺ ഇരിക്കുന്നുണ്ട്. പിന്നെ അതും എടുത്ത് കഴിച്ച് ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ കാണാം. ബൈ.